ആളൂർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഇന്നലെ മരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര കമൻറ്റ്, ഭയങ്കര സന്തോഷം, അടിപൊളിയാണ് എന്നും പറഞ്ഞ് ഇവനൊക്കെ ചത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞു നടപ്പുണ്ട്. അത് അവരുടെ ഒരു വികാരമാണ്. അതാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ നാട്ടിലെന്നല്ല, മൊത്തം ഇന്ത്യയിലുണ്ട്. പിന്നെ ലോകരാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ പറയും. ഒട്ടുമിക്ക സ്ഥലത്തും ഉള്ളൊരു വിശ്വാസമാണ്, ഒരു പന്ന വിശ്വാസമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ എന്ത് തോന്നിയാസവും കാണിച്ചിരിക്കും. അവൻ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഓ നല്ലവനായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് തോന്നിയാസം കാണിച്ചവനെയൊക്കെ അങ്ങ് വലിയ ആളാക്കി കളയും. പിന്നെ കുറേ തോന്നിയാസം കാണിച്ച ആളാണെങ്കിൽ അവനെ ഇങ്ങനെ ഒന്നും പറയാതെ, വലുതായിട്ടൊന്നും കുറ്റമൊന്നും പറയാതെ അങ്ങ് വെച്ച് കളയും. എന്തിനാണിത്? ഇപ്പോൾ ഇയാളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ ഓപ്പണായിട്ടുള്ള അഭിപ്രായം വന്നത്? എങ്ങനെ ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ നന്നായി മരിച്ചല്ലോ? ഇങ്ങനെയാണ് വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾ മാറുന്നൊന്നുമില്ല. ഒരു ഫോം ഓഫ് സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ഫോം ഓഫ് സ്റ്റേറ്റിലേക്ക് പോവാണ്, അത്രേ ഉള്ളൂ. അതാണല്ലോ, ഒരു ജീവിച്ചിരിക്കുന്നു, കഴിയുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്നു, അല്ലെങ്കിൽ കത്തി ചാരമായി പോകുന്നു. അപ്പോൾ ഇതിനകത്ത് മരിച്ചു കഴിയുമ്പോൾ, അയാൾ ഇല്ലാതായി കഴിയുമ്പോൾ എന്തിനാണ് അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്, ശത്രുവാണെങ്കിൽ പോലും നമ്മൾ ഇത് കാണിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ കരഞ്ഞൊക്കെ കളയും. എന്താണല്ലേ. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ അമ്മയുടെ, സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ കരച്ചിലും അവരുടെ വർത്തമാനവും, അതാണ് പറയുന്നത് വെഞ്ചൻസ് എന്ന് പറയുന്നത്. വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ, എന്നെ അവൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അവനെ ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലോ, അതാണ് വെഞ്ചൻസ്. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര പവറാണ്. പക്ഷേ വലിയ വലിയ ആൾക്കാർ, ജ്ഞാനികളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ, ഈ വെഞ്ചൻസ് ഈ മനസ്സിൽ ഇതിങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കി കളയും. അതുകൊണ്ട് അത് അങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ ഈ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആ വിഷമം കാണുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ബന്ധുക്കൾ വല്ലതും ആണെങ്കിൽ അവർക്ക് തന്നെ, അതായത് അവർ കൂടുതലായിട്ട് ഷോ കാണിക്കാത്ത ഒരമ്മയാണെങ്കിൽ, നമുക്കറിയില്ലല്ലോ, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഈ ഓൺലൈനിലും അതിലൊക്കെ ഇവരെ കാണുന്നുള്ളൂ. അവരുടെ കൂടെ തന്നെ ജീവിക്കുന്ന അവരുടെ അടുത്ത വീട്ടിലുള്ള മാമൻ്റെ മോനോ മോളോ, അങ്ങനെ അടുത്ത ബന്ധുക്കളുണ്ടല്ലോ. ഈ അടുത്ത ബന്ധുക്കൾ, അവർക്ക് അറിയാൻ പറ്റും ഇവർ ശരിക്കും ഇത് കൊണ്ടു നടക്കുകയാണോ, അല്ലെങ്കിൽ ഇത് ചുമ്മാ വിളിച്ചു പറയുന്നതാണോ, ടി വിക്കാരെ കാണുമ്പോൾ ചുമ്മാ വിളിച്ചു പറയുന്നതാണോ എന്നുള്ളത് അവർക്കറിയാൻ പറ്റും. അപ്പോൾ അവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ, ഇവരുടെ ഈ കണ്ണീരും ഈ ഇതും കാണുമ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. എനിക്കിത് കണ്ടപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് അവർ പഴി തീർക്കുക എന്ന് പറയില്ലേ, നമ്മുടെ കമ്മട്ടിപ്പാടൻ സിനിമയിൽ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഇയാളുണ്ടല്ലോ, ഷൈൻ ടോം, ഷൈൻ ടോം ചാക്കോ അതിൽ വയ്യാണ്ട് കിടക്കുകയാണല്ലോ. അയാളുടെ അനിയനാണ് ഈ മറ്റേ കൊട്ടേഷനൊക്കെ കൊടുത്ത് ഈ ഓരോ ആൾക്കാരായിട്ട്, അത് വേറെ ഒരു വാണം. പക്ഷേ ആ സിനിമയിൽ രസമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വെഞ്ചൻസ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും തീരാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ പലസ്തീന് അല്ലെങ്കിൽ ഇസ്രയേൽ ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്. ഒരാളെ കൊന്നു ഉടനെ അയാളുടെ മോനോ മോളോ ആരെങ്കിലുമൊക്കെ ഒരു ചാവേറായി മാറി. പലസ്തീനിലെ കാര്യം പറയുന്നത്. അത് കഴിഞ്ഞ് അയാൾ പോയിട്ട് ഒരു 10 പേരെ കൊന്നു. അപ്പോൾ അവരൊരു ഫ്ലൈറ്റോ മറ്റേ റോക്കറ്റോ ഇട്ടിട്ട് ഒരു 100 പേരെ കൊന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്, പിള്ളേരെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ അങ്ങനെ പോവാണ്. അത് കഴിയുമ്പോൾ പിന്നെയും ഇവിടുന്ന് പോയിട്ട് അവിടെ കൊല്ലുകയാണ്, അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ കൊല്ലുക. ഇത് തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. നമ്മൾ ഒരുമിച്ച് ഒരു രാജ്യമായിരുന്നു. നമ്മളെ ഒരു രാജ്യമാക്കിയത് ഇംഗ്ലീഷുകാരനാണെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷുകാരാണ് നമ്മളെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇരുന്ന് നമ്മളെ ഒരു രാജ്യമാക്കിയത്. അതിനു മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബ്രിട്ടീഷുകാർക്ക് നന്ദി പറയേണ്ട വരും. റെയിൽവേസ്, പോസ്റ്റൽ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇംഗ്ലീഷ് അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഇംഗ്ലീഷ് പഠിക്കുമോ എന്ന് ഉള്ളത് ഒരു ഡൗട്ടുള്ള കാര്യമാണ്.
എന്നാൽ ഇന്ത്യയിൽ ഈ വെഞ്ചൻസ് എന്ന് പറയുന്ന സംഭവം വിതച്ചിട്ട് പോയതാണ് ഈ ഇംഗ്ലീഷുകാർ. ഇതിനെ ഒരു രാജ്യമായിട്ട് റിലീസ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റില്ല, ഇതിങ്ങനെ പാർട്ടാക്കാനൊന്നും പറ്റില്ല. എവിടെ പോയാലും ഇവന്മാർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഈ വെഞ്ചൻസ് എന്ന് പറയുന്നത്. ഈ തമ്മിലടി ഇവന്മാർ വിതച്ചിട്ട് പോകും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ഞാൻ അവൻ്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയെന്ന് ഒരിക്കലും ഒരു അമ്മ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ വലിയ വലിയ ഈ മറ്റേ ജ്ഞാനികളെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ പറഞ്ഞോളെ. പക്ഷെ ഒരു പച്ച മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അങ്ങനെ വരൂ. കാരണം അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല, അത്രേ ഉള്ളൂ. അവർ ഒറ്റ ആ മോളിനെ വലുതാക്കി, അത് വലുതായി വന്നപ്പോഴേക്കും ഒരു പട്ടി അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ പിന്നെ അതിന് സപ്പോർട്ടായിട്ട് വേറെ ഒരുത്തൻ, അതും ഒരു പട്ടിയാണെന്നാണ് അവരുടെ മനസ്സിൽ തോന്നുക. പക്ഷേ അയാൾ വലിയൊരു നോളജബിൾ ഒരു അഡ്വക്കേറ്റാണ്, ആനയാണ്, അണ്ടിയാണ്. എന്താണേലും ഈ വെഞ്ചൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. ഈ ആളൂർ എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് മരിച്ചപ്പോൾ ഇത്രയും സന്തോഷിക്കണമെങ്കിൽ അത് കാണുമ്പോൾ അവരുടെ കുടുംബക്കാർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും അല്ലേ. കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ, അവരിപ്പോൾ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. ഞാൻ അങ്ങനെയും ചിന്തിക്കാറുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഇയാളെന്ത് വിതച്ചോ അതിനുള്ളതാണ് കിട്ടുന്നത് എന്നുള്ള ഇതാണ്. കാരണം ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇയാൾ വലിയ മറ്റേ തത്വമൊക്കെയാണ് പറയുന്നത്, അത് ആർക്കും നീതി ലഭിക്കാതെ പോകരുത് എന്നൊക്കെയാണ് പറയുന്നത്. മറ്റേ ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ അത് പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് എന്നാണ് പറയുന്നത്. എല്ലാം പോലീസിൻ്റെ തലയിൽ വെച്ചാൽ മതിയല്ലോ. അതായത് വനം വകുപ്പ് ഒരു പണി കിട്ടിയിരിക്കുക. ഈ വേടെന്ന് പറയുന്നവനെ സ്റ്റാറാക്കി കളഞ്ഞു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേടനും ഈ മറ്റേ നമ്മുടെ സർക്കാരും തമ്മിൽ എന്തോ ഒരു ഡീലിംഗ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പ്രസിദ്ധി ഒരാൾ ഫേമസ് ആവുന്നത് ഈ ഓപ്പോസിറ്റ് വഴിയിലും ആവുമല്ലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും വേടനാണ്, ഹാഷ്ടാഗ് മറ്റേ വേടനാണ് ഇപ്പോൾ ട്രെൻഡിങ്. ഇനി ട്വിറ്ററിലും കൂടെ ഇൻ്റർനാഷണലിലും കൂടെ വന്ന് ട്രെൻഡിങ് ആക്കി വിട്ടാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ 4 ഗ്രാം കഞ്ചാവേ. അവൻ്റെ പാട്ട് ഇറങ്ങിയ സമയത്ത് അവൻ ഇത്രയും ട്രെൻഡിങ് ആയിട്ടില്ല. ഇപ്പോൾ അവനെ ശരിക്കും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാട്ടൊന്നും അങ്ങനെ, ആദ്യത്തെ 1-2 പാട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീ ബൂമറാടാ, നിനക്ക് പ്രായമായി. എടാ റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ജാതി എന്നും പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? എവിടെ നോക്കിയാലും ഇതാ ഒരു വിനായകനുണ്ടായിരുന്നു, എപ്പോൾ നോക്കിയാലും വരും അതവർക്ക് അതങ്ങനെ അതിങ്ങനെ. ഇത് പറഞ്ഞിട്ട് ഉള്ള ആനുകൂല്യങ്ങൾ മൊത്തം മേടിച്ചെടുക്കും. ഇപ്പോൾ പറയും ഞാൻ BJP കാരനാണ്. ഞാൻ BJP അല്ല, ഒന്നുമില്ല. ഞാൻ പല ടോപ്പിക്കുകൾ എനിക്കിങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. ആളൂരിലാണ് തുടങ്ങിയത്, ഒരു അഡ്വക്കേറ്റിൽ തുടങ്ങി അതിങ്ങനെ കണക്റ്റായി വന്നപ്പോൾ ഈ വേടൻ്റെ കാര്യം വന്നു, ഈ മറ്റേ വനം വകുപ്പ് വന്നു, പോലീസ്, എക്സൈസ്, ഇവരൊക്കെ മറ്റേ ആൾക്കാരെ കുടുക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ ചെകുത്താൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വീട്ടിലെന്തോ 4-5 ആൾക്കാർ വന്നെന്നോ. അതിൻ്റെ വീഡിയോ, അതിനെക്കുറിച്ച് സീക്രട്ട് ഏജൻറ്റ് പറയുന്നുണ്ട് വല്ലതൊക്കെ വെച്ചിട്ട് പോകും കേട്ടോ. എൻ്റെ അമ്മേ, ഭയങ്കര ആൾക്കാരാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചെകുത്താനെയൊക്കെ ഇപ്പോൾ കുടുക്കിയിട്ട് വേണം മറ്റേ കേരള സർക്കാരിന് അല്ലെങ്കിൽ പോലീസിലെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ മറ്റേ ബാഡ്ജ് മേടിച്ച് കുത്താൻ ഈ ചെകുത്താനെയൊക്കെ കുടുക്കിയിട്ട് വേണം, അല്ലെങ്കിൽ വേടനെയൊക്കെ കുടുക്കിയിട്ട് വേണം. വേടനെ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. വേടനെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു വേടനെ വലിയൊരാളാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിയുമ്പോൾ ഇതിപ്പോൾ കഴിയും. ഇതിപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ് കോപ്പൊക്കെ പറഞ്ഞ് അത് പുലിപ്പല്ലേ അല്ലെന്നൊക്കെ ആയിപ്പോവും. ഈ പുലിപ്പല്ല് ഇട്ടാൽ ഇത്രയും പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പ്രശ്നമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ലാലേട്ടനെ കൊണ്ടുവന്നു, അത് ചെയ്തു, അത് സവർണൻ, മറ്റത് മറിച്ചത്. എന്താ ബൈ 2025 ആണ്. ഞങ്ങൾ മറ്റേ റാപ്പാണ് ഇപ്പോൾ കേരളത്തിലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ മറ്റേ ഡോക്ടർ ഡ്രേയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ എണീക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് മറ്റേ ജാതി, മറ്റത് മറിച്ചത്, അതാണ് ഇതാണ്, മോഹൻലാൽ ഇതായതുകൊണ്ടല്ലേ അയാളെ വെറുതെ വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വിനായകനിപ്പോൾ കുറച്ച് നാളായിട്ട് കാണാനില്ല. ഇപ്പോൾ വരും, കുറച്ച് അവത്തൊക്കെ പറ്റി ആശാൻ. അതുകൊണ്ട് പുള്ളിക്ക് വലുതായിട്ട് ഇപ്പോൾ സ്കോപ്പ് ഇല്ലെന്ന് തോന്നുന്നു. ആ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ കുറച്ച് ഒന്ന് നല്ല പോലെ കിട്ടിയതാണ്. പിന്നെ മറ്റേ തുണി പൊക്കിയൊക്കെ കാണിച്ചപ്പോഴേ ഇതിന് ഭ്രാന്തായി പോയെന്ന് പറഞ്ഞ് ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ള ഇതിലാണ്. ഈ വേടൻ്റെ കേസിൽ ഈ വേടൻ എന്ന് പറയുന്ന ഈ വ്യക്തിനെ ഇറന്താസ്, എന്താ ഇറൻ എന്ന് പറഞ്ഞാൽ മറ്റേ മാനല്ലേ, നമ്മുടെ മാൻകുഞ്ഞ്.
ഇവൻ്റെ പാട്ടുകൾ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഓ, കുടിച്ച കള്ളം പറയില്ല. ആരാണ് പറഞ്ഞത്? കള്ള് കുടിച്ചു കഴിഞ്ഞാൽ സത്യമേ പറയുള്ളൂ. ഇത് പണ്ട് മുതലേ ഉള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. കള്ള് കുടിച്ചിട്ട് കള്ളം പറയുന്ന കുറേ അലവലാദികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറലൈസ് ആക്കരുത്. പാട്ട് റാപ്പ് എന്ന് പറയുന്ന സീനിൽ നമ്മുടെ നാട്ടിൽ പിള്ളേരില്ല. ഇടയ്ക്ക് ഒരുത്തം വന്ന് എന്താ വിശ്വയ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അവനെ കളിയാക്കിയിട്ട് പോയി. അതുപോലത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ റാപ്പിൽ. നമ്മുടെ NJ നീരജ് മാധവ് ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിയായിട്ട് റാപ്പ് പാട്ട് എഴുതണോ അതോ മറ്റേ സിനിമ ചെയ്യണോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അതേപോലെ സംഭവിക്കുള്ളൂ വേടൻ്റെ കാര്യത്തിന്. വേടന് സിനിമ കിട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മറ്റേ എല്ലാവർക്കും അഭിനയിക്കണമെന്നേ 95% ആൾക്കാർക്ക് ബെസ്റ്റ് ആക്ടറിൽ മമ്മൂക്ക പറയുന്ന പോലെ ആഗ്രഹമുള്ളത് ഇതാണ്, ആക്ടിങ് ആൻഡ് റിയാക്ടിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഈ പാട്ട് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഇതിലൂടെ ഞാൻ കഥയെഴുത്തിലൂടെ തിരക്കഥ എഴുതും സർ, ഞാൻ അതിലൂടെ സിനിമയിലോട്ട് കയറിക്കൊള്ളാം സർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ വേടൻ സിനിമയിൽ കയറും. ഇപ്പോഴേ അവന് പാട്ടൊന്നുമില്ല, വലിയ പാട്ടുകളൊന്നും ഞാൻ കാണുന്നില്ല. 2-3 വന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ എങ്ങാണ്ട് ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മറ്റേ ഭയങ്കര വാക്കൊക്കെയാണ്. അത് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. എന്തോ വോൾക്കാനോ ആണ്, ആനയാണ്, എനിക്ക് പ്രണയം വന്നു, നാൺ വന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വൈറലാവും ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വേടനെ വളർത്തിക്കൊണ്ട് വരികയാണ് നമ്മുടെ സർക്കാർ ചെലവിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 4 ഗ്രാമായിട്ട് പിടിച്ചു, അതൊന്നും വലിയ കുറ്റമൊന്നുമല്ലല്ലോ. ഇപ്പോൾ നാട്ടിൽ ഇത് കഞ്ചാവ് അടിച്ചാൽ വലിയ തെറ്റൊന്നുമില്ല എന്നുള്ള കൺസെപ്റ്റൊക്കെ വന്നു. ഇനി ഒരു 10-50 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് മിക്കവാറും ലീഗലാക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാനഡയിൽ ഇവിടെ കുറേ US യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കുറേ സ്റ്റേറ്റ്സിലൊക്കെ ഇത് ഓപ്പണാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്. കാരണം നമ്മുടെ ഒരുപാട് ആൾക്കാർ വെളിയിലുണ്ടല്ലോ. വെളിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടേ നമ്മുടെ രാഷ്ട്രീയക്കാരോടും നമ്മുടെ സിനിമാക്കാരോടും ഒക്കെ വിളമ്പുന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെയാണല്ലോ ഈ ലോക കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് ഈ കഞ്ചാവൊന്നും വലിയ സംഭവമല്ല എന്നുള്ള രീതിയിലായിട്ട് അതിപ്പോഴേ അങ്ങനെയാണ്. ഇപ്പോഴേ ഇവരുടെ ചിന്ത എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഇതൊന്നും. പക്ഷേ ഈ 4 ഗ്രാമിന് വേണ്ടിയിട്ട് ഇവനെ പിടിച്ചു, ഇത് ചെയ്തു അത് ചെയ്തു. മറ്റേത് MDMA കൊക്കൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. മറ്റേ ഷൈൻ ടോമും മറ്റേ അവൻ്റെ പേരെന്താ ശ്രീനാഥ് ഊസി, ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളാണ്. ഇവർക്ക് ക്രിസ്റ്റിനെ അറിയാം. മറ്റേ ഇവൻ വന്നല്ലോ അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് താരം നമ്മുടെ ജിൻഡോ, ഇവനെയൊക്കെ ആണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ലജ്ജ തോന്നുന്നു. ആ പാവൻ ജാസ്മിൻ എന്തായോ എന്തോ. എന്നാണേലും ഈ ഹിരൺദാസ് അല്ലെങ്കിൽ വേടൻ അല്ലെങ്കിൽ മോഡൻ അല്ലെങ്കിൽ യഷി, വേടൻ ഇതോടെ സൂപ്പർ സ്റ്റാറായി, വേറെ ലെവലിലേക്ക് പോയി. വേറെ ലെവലാടാ നീ വേട. കുടിച്ച കള്ളമൊന്നും പറയില്ല. എന്താണേലും സംഭവമൊക്കെ രസമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വളർത്തി വലുതാക്കി അവസാനം നെഞ്ചിൽ കയറിയിരുന്ന് അപ്പിയിട്ട് ഇങ്ങനെ തേച്ചിട്ട് പോകുന്നത് നമ്മൾ കാണേണ്ടിയും വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്.